ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഹെയർ ബോ ആണ് ചെയ്യാൻ പോകുന്നത്. ഗ്രോസ് ഗ്രെയിൻ റിബൺ വെച്ചിട്ടുള്ള ഒരു ഹെയർ ബോ. ഇത് നമ്മൾ അലിഗേറ്റർ ക്ലിപ്പിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്ന വീതിയുള്ള ഗ്രോസ് ഗ്രെയിൻ റിബണാണ്. അപ്പോൾ ബ്ലാക്ക് ആയതുകൊണ്ട് അത് വെച്ചിട്ടൊരു ഹെയർ ബോ, സിമ്പിളായിട്ടുള്ളൊരു ഹെയർ ബോ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ റിബൺ എടുത്തിരിക്കുന്നത് ലെയറായിട്ട് മടക്കി മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കട്ട് ചെയ്തെടുക്കുകയല്ല. ഫസ്റ്റ് മടക്കിന് ശേഷം അത് ബാക്കിലോട്ട് ലെയർ അടിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. അത് ലെയർ വരുന്നതനുസരിച്ച് ബാക്കിൽ എന്താ പറയുക, നീളം കൂട്ടിയെടുക്കുന്നുണ്ട്. മേലെ ഒരു 2 ഇഞ്ചാണെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ അര ഇഞ്ചും കൂടെ കൂട്ടി 1 ഇഞ്ച് കൂടുതലായിട്ട് എടുക്കുന്നുണ്ട്. അപ്പം നമ്മളങ്ങനെ 3 ലെയറാണ് എടുക്കുന്നത്. 3 ലെയർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് കട്ട് ചെയ്തൊട്ടിക്കുന്നതിലും നല്ലത് ഇങ്ങനെ എടുക്കുന്നതാണെന്ന് തോന്നി. പിന്നെ എളുപ്പത്തിന് ഇതിങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കട്ട് ചെയ്ത് എടുക്കുകയും ചെയ്യാം. അപ്പം ഞാൻ 3 ലെയറാണ് വെച്ചത്. ആ 3 ലെയർ സെറ്റാക്കിയതിന് ശേഷം ഒന്ന് തുന്നിയെടുക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ റേറ്റ് എത്രയോ റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ മെറ്റീരിയലായാലും ആക്സസറീസ് ആയാലും സെയിൽ ചെയ്യുന്നത്. കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ്. അപ്പം ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. കെട്ടിട്ട് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. അതിനുശേഷം നമ്മൾ ബാക്കി വന്ന റിബണ് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റാം. ആ കെട്ടിനോട് അടുപ്പിച്ച് കട്ട് ചെയ്യാതെ കുറച്ചൊന്ന് വിട്ടിട്ട് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ സാറ്റിൻ ബോയിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇത് നന്നായി ഒന്ന് ഒട്ടാൻ വെക്കാം. ഒരു സിമ്പിൾ ഉദ്ദേശിക്കുന്നവർക്ക് ഹെയർ ബോയിൽ എന്തെങ്കിലും ഒരു മോഡൽ വേണം. അത് ഒരുപാട് വലിയതല്ലാത്തൊരു രീതിയിൽ സിമ്പിളായിട്ട് ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് ഞാൻ ഈ റിബൺ വെച്ചിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഇനി നമ്മൾ അതിൻ്റെ സെൻറ്ററിലായിട്ട് ഹാഫ് കട്ട് പേളാണ് ഞാൻ ഇതിൽ വെക്കുന്നത്. ഹാഫ് കട്ട് പേളാണ്. അതിന് പകരം നമുക്ക് ചാംസ് അല്ലെങ്കിൽ സ്റ്റോൺസ് അങ്ങനെ എന്തെങ്കിലും വെക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു ഭംഗി കിട്ടും. ഞാനൊരു സിമ്പിളായിട്ടാണ് ചെയ്തതുകൊണ്ട് അതിന് ഹാഫ് കട്ട് പേൾ മാത്രമേ ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇത് നമുക്ക് നന്നായി ഒട്ടിയതിന് ശേഷം അതിലേക്ക് പേൾ വെച്ച് കൊടുക്കാം. മൂന്ന് പേളാണ് എടുത്തിരിക്കുന്നത്. ആ 3 അടുപ്പിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹെയർ ബോൻ്റെ പണി അവിടെ കഴിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് എളുപ്പം കഴിയുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്.